ഇത് അവിടുത്തെ ആ തിരിവ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 2-3 വട്ടമായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഞാൻ വെറുതെ വണ്ടി നോക്കിയപ്പോൾ വീണ്ടും അവർ ആ കംപ്ലൈൻറ്റ് റെഡി ആക്കിയിട്ടില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒടുക്കത്തെ മഴ. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. സ്വർഗത്തിലേക്കുള്ള വഴി പോലെ തോന്നുന്നു നമുക്ക്. എൻ്റെ പൊന്നി എന്ത് ഭംഗിയത് കാണാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ബാംഗ്ലൂർ വരെ പോവുകയാണ്. നമ്മുടെ ഇത്ര നാൾ കൊച്ചി ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർക്ക് പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് പിന്നെ ബാംഗ്ലൂർക്ക് പോവുകയാണ് ഈ ആഴ്ചയിൽ. ആക്ച്വലി കഴിഞ്ഞ 2-3 വട്ടമായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. ആക്ച്വലി ലാസ്റ്റ് സൺഡേ ഞാൻ ഇറങ്ങാൻ നിന്നപ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു. അന്ന് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ശരിയാക്കാൻ കൊടുത്തു ഓൾറെഡി. പക്ഷെ അത് കൊടുത്തിട്ട് അത് മുഴുവനാക്കിയില്ല അവർ. അത് കഴിഞ്ഞ് രണ്ടാമത് ഇന്ന് രാവിലെയാണ് ഇന്നലെ വൈകിട്ട് ഞാൻ വെറുതെ വണ്ടി നോക്കിയപ്പോൾ വീണ്ടും അവർ ആ കംപ്ലൈൻറ്റ് റെഡി ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ശരിയാക്കാനായിട്ട് ഇന്ന് രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അന്നേരം നോക്കിയപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒടുക്കത്തെ മഴയും. ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഇറങ്ങാൻ പറ്റില്ല എന്ന്. പക്ഷേ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും മഴ മാറി. അപ്പോൾ പിന്നെ ഇറങ്ങി എന്തായാലും. കാരണം ഇനിയും ലേറ്റ് ആകാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഓൾറെഡി ഇന്ന് ഇപ്പോൾ സമയം 3 മണിയായി. 3 മണിയായിട്ട് ഞാൻ പാലക്കാട് എത്തിയിട്ടില്ല. 12:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ഇടയിൽ കുറച്ച് ബ്ലോക്കും കിട്ടി. പിന്നെ മഴയായ കാരണം റോഡ് മൊത്തം വെറ്റായിട്ട് കിടക്കണം. അപ്പോൾ വല്ലാണ്ട് സ്പീഡിൽ വരാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വിട്ടടിച്ച് പോകാം. പക്ഷേ നമ്മുടെ കേരള ബോർഡർ കഴിയുന്നവരെ ഒരു ആവറേജ് സ്പീഡിലാണ് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ക്യാമറ വർക്കിംഗ് ആണോ എന്നറിയില്ല. ക്യാമറ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് അലൗഡ് സ്പീഡ് ലിമിറ്റ് മാക്സിമം 70 ആണ് തോന്നുന്നുണ്ട് 2 വീലറിന്. അതിന് മേലേക്ക് ആയി കഴിഞ്ഞാൽ ക്യാമറ അടിക്കുന്നു തോന്നുന്നുണ്ട്. റോഡ് അത്യാവശ്യം വീതിയുള്ളതാണ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് 50 ആണ് എഴുതി വെച്ചുള്ളത്. യെസ്, ഇവിടെ സ്പീഡ് ലിമിറ്റ് 50 ഉള്ളൂ. അപ്പോൾ ബെറ്റർ നമ്മളൊരു 50-60 പിടിച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ വാളയാറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 100-120 സ്പീഡ് ലിമിറ്റ്. അന്നേരം കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ബാംഗ്ലൂർ വരെയുള്ള വിഷ്വൽസ് നമുക്ക് കണ്ടേക്കാം. രാത്രി ആകുമ്പോഴേക്കും എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ രാത്രി ആകുമ്പോൾ ഉള്ള വിഷ്വൽസ് അത്ര ക്വാളിറ്റിയിൽ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്നും ആ സെറ്റിങ്സ് വെച്ച് തന്നെ പോകാം. നല്ല വിഷ്വൽസ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും ക്ലൈമറ്റ് അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. നല്ല ക്ലിയർ വെതർ ആയിട്ടുണ്ട്. ചൂടും അത്ര വലിയ ചൂടെന്ന് പറയാനില്ല. കുറച്ച് നേരത്തെ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ചൂട് ഇത്തിരി കുറവ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിൽ മഴ പെയ്യുണ്ടോയെന്ന് അറിയില്ല. ആ സംഭവം നോക്കി അറ്റത്ത് മറ്റേ വെസ്റ്റേൺ ഗാർഡ്സ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങകലെ മറ്റേ മേഘത്തുമ്മ തൊട്ട് എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ആ മേഘങ്ങൾ ഫുള്ള് അതിൻ്റെ മേലെ ഇറങ്ങി നിൽക്കുകയായിരുന്നു. മേഘം ഇറങ്ങി മഴ പെയ്യുന്ന പോലെയായിരുന്നു അന്ന് വന്നപ്പോൾ. അതുകൊണ്ട് ഇത്രയും വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് ചെല്ലും തോറും കുറച്ചും കൂടി മുന്നോട്ട് പോകും തോറും ആ മലകൾ നമുക്ക് തൊട്ടടുത്തെടുത്ത് കാണാം. മറ്റേ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല തൊട്ടടുത്തായിരിക്കും. അതായത് ഇവിടെ നിന്നാണ് മറ്റേ സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി സർവീസ് റോഡല്ല, ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത്. ഞാൻ ആക്ച്വലി നേരത്തെ വിചാരിച്ചത് അവിടെ നിന്നായിരുന്നു എന്നാണ്. അതെപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട് എനിക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രനഗർ എത്തും. അവിടെ നിന്ന് പിന്നെ ഉള്ളിലേക്ക് പാലക്കാട് ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും. നമുക്കിങ്ങനെ കയറി ഇങ്ങോട്ട് റൈറ്റ് തിരിയാം. നോക്കിയ സാധനം കാണുന്നത് നിങ്ങൾക്ക് അത്ര വൃത്തിയിൽ കാണുമോയെന്ന് അറിയില്ല. കാരണം മറ്റേ ഇതിപ്പോൾ അത്ര വലിയ സൂമിംഗ് ഉള്ള ക്യാമറ അല്ലല്ലോ, ആക്ഷൻ ക്യാമറ അല്ല. അറ്റത്ത് മേഘങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഒന്നും കൂടി അടുത്തുള്ള വ്യൂ നമുക്ക് ആ സൈഡിലെത്തുമ്പോൾ കാണാൻ കിട്ടും.
ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. സ്വർഗത്തിലേക്കുള്ള വഴി പോലെ തോന്നും നമുക്ക്. കുറച്ചും കൂടി മറ്റേ മഴക്കാരില്ലായിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ല ക്ലീൻ ആയിട്ട് കണ്ടേനെ. എൻ്റെ പൊന്നി എന്ത് ഭംഗിയത് കാണാനായിട്ട്. ഇത് അവിടുത്തെ ആ തിരിവ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടണം ആക്ച്വലി. ഞാൻ പക്ഷെ ക്യാമറ ഓഫ് ചെയ്ത കാരണം അത് കാണാൻ പറ്റിയില്ല. എന്തായാലും ഇനി ഈ വ്യൂ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം നമുക്ക് മുന്നോട്ട് പോവാം. പറഞ്ഞ പോലെ അതാ വീണ്ടും ഇത് നമ്മുടെ മുന്നിൽ വന്നേക്കാണ്. ഒരു സിഗ്നലായിരുന്നു, ഞാൻ അത് കാരണം റെക്കോർഡ് ചെയ്യാതിരുന്നു. അവിടെ സിഗ്നലിൽ നിന്നെടുത്ത് പോരുമ്പോൾ അതായി കാണുന്നത് ഈ ഒരു വ്യൂ ആണ്. പിന്നെ ഇതുപോലെ ഇപ്പം നമുക്ക് പച്ചപ്പ് നിറഞ്ഞ മലകളാണ് കാണുക. കുറച്ചും കൂടി അങ്ങോട്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് സേലൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് മൊത്തത്തിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള കുന്നുകളാണ് കാണാൻ കിട്ടുക. അവിടെ ഇവിടേക്കും കുറച്ച് പച്ചപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു ട്രിപ്പായിട്ട് പോകാത്തത് കൊണ്ട് ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ കുറേ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. കാരണം പണിക്ക് പോകാണല്ലോ. അന്ന് പോയത് ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ മോഡായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോയിൽ കുറച്ചധികം എക്സൈറ്റ്മെൻറ്റ് കാണാം. ഇതിലങ്ങനെ ഇല്ല. ഇതിൽ പണിക്ക് പോകുന്ന കാരണം ആ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിഷ്വൽസ് എടുക്കാം, ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. സമയം ഒരുപാട് എടുക്കും തോന്നുന്നുണ്ട് ഇന്ന് കണ്ടിട്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി 3:30 ആവാറായി. ഞാൻ വീട്ടിൽ നിന്ന് 12:30 ഇറങ്ങിയതായി. എന്നിട്ട് പാലക്കാട് ജസ്റ്റ് ക്രോസ് ചെയ്തുള്ളൂ. കാരണം ഇടയിൽ മഴയും കിട്ടി. പിന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഭക്ഷണം കഴിച്ചതിന് ശേഷം വീഡിയോ തുടങ്ങിയത്. അതിനു മുന്നേ വീഡിയോ എടുത്തില്ല. വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഇതിനും ലേറ്റ് ആയിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം സമയം പോകാറുണ്ട്. കാരണം വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ വേറെ അടുത്തേക്കും പോകാണ്ടിരിക്കാനായിട്ട് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വല്ല വണ്ടികളുടെ അടിയിലേ പോയി അടവയ്ക്കും. അതില്ലാതിരിക്കാൻ നമ്മൾ അത്യാവശ്യം ശ്രദ്ധയെടുത്ത് പോകുന്ന കാരണം വലിയ വരാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ ഹൈവേ കാരണമാണ് ഈ സ്പീഡ്. സാധാരണ നമ്മുടെ റോഡാണെങ്കിൽ സിംഗിൾ ലൈൻ ആണെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റില്ല. വെറുതെ സ്പീഡ് എടുത്ത് പോയിട്ട് അപകടം വരുത്തുന്നേക്കാളും നല്ലത് ഒരു മീഡിയം സ്പീഡിൽ പോയിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ റൂട്ടിൽ ലോറികളൊക്കെ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണ് പോകേണ്ടത്. പക്ഷെ മിക്ക തമിഴ്നാട് ലോറികളും ഈ പറഞ്ഞ റൈറ്റും ലെഫ്റ്റും ഒക്കെ കീപ്പ് ചെയ്തിട്ട് പോകുക. ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും കയറാൻ പറ്റില്ല. അങ്ങനെയാണ് അവർ വണ്ടി ഓടിക്കുക. കോയമ്പത്തൂർക്ക് പോകുന്ന നമ്മുടെ ഒരു ആനവണ്ടി അത്യാവശ്യം ചളിങ്ങി പിളിങ്ങിരിക്കുന്നുണ്ടല്ലോ. അത് ലൈറ്റൊക്കെ വർക്കിംഗ് ആണോ ദൈവം. ഇവിടെ നിർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു റൗണ്ട് ഒന്ന് നിർത്തിയിട്ട് ഈ വിഷ്വൽസ് ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് പോകാം. ഈ കാർമേഘവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ എന്താ ഭംഗി. ഇവിടുന്ന് പോരാനും തോന്നുന്നില്ല. ആ സൈഡിൽ ഇങ്ങനെ വീടെടുത്ത് താമസിക്കണം. അപ്പോൾ അടിപൊളിയായിരിക്കും. എന്തായാലും നീങ്ങിയേക്കാം, സമയം വെറുതെ പോകും. കുറച്ച് ഹൈവേ കാഴ്ചകൾ കാണാൻ. പണി കിട്ടിയായിരുന്നു ഇപ്പം നല്ല ലൈറ്റായിട്ട്. അവിടെ കംപ്ലീറ്റ് വണ്ടികൾ സ്റ്റോപ്പായി. സാരില്ല, അയാളപ്പോഴേക്കും അവിടെ നിന്ന് ഓടിയതേ. അയാൾ ആക്ച്വലി അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പായി നിന്നിട്ട് വണ്ടികൾ നിർത്താൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഇതേ ബോഗൻവില്ല, ഈ വഴി നിറച്ച് ബോഗൻവില്ലയിലോ. അതിങ്ങനെ നന്നായി പടർന്ന് നിന്ന് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഈ സൈഡിൽ കാണുന്നതിന് മറ്റേ ട്രാവൽ ലോഞ്ച് അല്ലേ. ഞാൻ ഇതിന് മുന്നേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ സംഭവം. നമുക്കിപ്പോൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിൽ അവിടെ സ്ലീപ്പിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ എത്രയാ ചെറിയ നിസ്സാര സമയത്തിന് നമുക്ക് അവിടെ കിടന്നുറങ്ങാനുള്ള ചെറിയ അധികം പൈസയൊന്നും ഇല്ല. 200 രൂപയോ അത്രയൊക്കെയാണ് അവിടുത്തെ പാക്കേജ്. റീൽസ് കണ്ടായിരുന്നു, നമ്മൾ കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫ്രഷപ്പ് ആണെങ്കിൽ ഫ്രഷപ്പ് ആവാം. നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഇപ്പോൾ തന്നെ ഫ്രഷപ്പ് ആവേണ്ട ആവശ്യമില്ല ആക്ച്വലി. അത് ശരിക്കും യൂസ് ആവുക നമ്മുടെ എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. അതേപോലെ രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക്
ഇവിടെ എത്താറാകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പുലർച്ചെയാണ് നേരത്തൊക്കെ വേണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ ഒന്ന് ഉറങ്ങാം. ഒരു മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയിട്ട് വേണമെങ്കിൽ വീട്ടിലേക്ക് പോയാൽ മതി. വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങാന്നുള്ള പ്ലാനിൽ വരേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ പണ്ട് കോവിഡിന് മുന്നേ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വരാറ്. ഇതിപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇങ്ങനൊരു സൗകര്യം ഉള്ളതുകൊണ്ട് വല്ലാണ്ട് എന്താ പറയുക, സ്പീഡ് എടുത്ത് വരുന്ന ആവശ്യമില്ല. സ്പീഡല്ല, അത്രയും വേഗം വരാൻ വേണ്ടി നോക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ സാവധാനം വന്നിട്ട് ഇവിടെ കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നേരം വിളിക്കുമ്പോൾ പോയാലും മതി. അധികം പൈസ വരുന്നില്ല, 4 മണിക്കൂറിനൊക്കെ കുറച്ച് പൈസ വരുന്നുള്ളൂ. പിന്നെ കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതുകൊണ്ട് നൈസാണത്. നല്ലൊരു കോൺസെപ്റ്റാണ്. എന്താ രസമല്ലേ, ഇത്ര നേരം ഇരുട്ട്, ഇനി അങ്ങോട്ട് വെളിച്ചത്തേക്ക് നമ്മൾ കിടക്കും. വീണ്ടും വെളിച്ചത്തിലേക്ക് കിടന്നിരിക്കുകയാണ്. നോക്കിയ വ്യൂ, എന്താ റോഡ് അല്ലേ. അവർ ആ വണ്ടി കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. അവർ നല്ല റോഡ് കിട്ടപ്പോൾ നിലം തൊടാണ്ടാണ് പറക്കണത്. പക്ഷെ അതിനുള്ള റോഡുണ്ട് കിട്ടത്. ചെറിയ ഒരു ബമ്പി ഫീൽ ഉണ്ട് റോഡിന്. എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല വിസിബിലിറ്റി ഉണ്ടല്ലോ നമുക്ക്. വേറെ വണ്ടികളൊന്നും പുറത്തുനിന്ന് കയറി വരില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം സൈഡിലൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ് റോഡ്. എൻ്റെ പൊന്നെ, അങ്ങനെ നമ്മൾ LNT റോഡിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം, ഒരു അപ് ടു 27 കിലോമീറ്റേഴ്സ്. ഇത് ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ റോഡായിരിക്കും. പക്ഷേ സിംഗിൾ ലൈൻ ആകുന്നു മാത്രമല്ല, കുറച്ച് റിസ്കി റൂട്ടാണിത്. കാരണം വണ്ടികൾ മുഴുവനേ നമ്മുടെ നെഞ്ചത്തോട്ടാണ് കയറി വരിക. ചിലപ്പോൾ 3 വണ്ടികളൊക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് കയറി വരും. അങ്ങനെയാണ് ഈ റോഡിലത്തെ സിറ്റുവേഷൻ. സോ ബൈക്കുകാർ കൂടുതലും ഞാൻ കണ്ടുള്ളത്, ഇവിടുത്തെ ഈ നാട്ടിലത്തെ ബൈക്കുകാർ മുഴുവൻ ഈ ട്രാക്കിൽ കൂടെ പോകുന്നത് കാണാറുണ്ട്. ആകപ്പാടെ ബ്രിഡ്ജ് എത്തുന്ന സമയത്ത് മാത്രമാണ് എല്ലാവരും ഈ സൈഡിലേക്ക് ഒന്ന് മാറേണ്ട ആവശ്യമുള്ളൂ. ബൈക്കുകൾ നമ്മുടെ ആ റൈറ്റ് സൈഡിൽ കൂടെ കയറാൻ നോക്കി കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് കയറാൻ പറ്റില്ല. ഓപ്പോസിറ്റ് വണ്ടികൾ കണ്ടിന്യൂസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില സമയത്ത് റോങ് സൈഡായിട്ട് 2 വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ചിലപ്പോൾ പേടിയാവും. പിന്നെ അത് മാത്രമല്ല, ഈ റോഡിൽ മുന്നുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ എനിക്ക് തോന്നണില്ല. പണ്ട് എങ്ങനെയായിരുന്നെങ്കിൽ ഈ ട്രാക്കിലേക്ക് ഈ ബൈക്ക് പോകുന്ന ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും റോഡ്. ആ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോറികൾ മുഴുവൻ പോയിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു ട്രാക്ക് അവിടെ ആയിട്ടുണ്ടാവും ഓൾറെഡി. ഈ ഹെവി വണ്ടികൾ പോയി അങ്ങനെ ഒരു ട്രാക്ക് അതിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ആ റോഡ് ഒരു കുറച്ചും കൂടി ഒപ്പമില്ലാത്തതായിരിക്കും, ഭയങ്കര ജർക്കിങ് ആയിരിക്കും. ഈ സൈഡിൽ പക്ഷേ അതിന് പകരം നല്ല സ്മൂത്തായിരിക്കും. അധികം വലിയ വണ്ടികൾ അങ്ങനെ ഇറങ്ങി പോകുന്ന ഭാഗമല്ല ഇത്. വലിയ വണ്ടികൾ ഒരിക്കലും ഈ സൈഡിൽ കൂടെ ചേർത്ത് ഓടിക്കില്ലല്ലോ. അവർ ഈ വൈറ്റ് ലൈൻ്റെ പ്രതി അധികം കടത്തില്ല. പിന്നെ ഓപ്പോസിറ്റ് നല്ല രീതിയിൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ കടത്തും. അതല്ലാതെ അങ്ങനെ ഞാൻ കിടക്കുന്നത് കണ്ടിട്ടില്ല. അവിടെ നിന്ന് വണ്ടികൾ വരണ വേണ്ട, ഫുള്ള് റോങ് കയറിയിട്ട് അത്യാവശ്യം കയറി വരും അവർ. പക്ഷെ ഗ്യാപ്പ് ഉണ്ട്, അത് കാരണം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജിയോൻ്റെ പെട്രോൾ പമ്പ് ഇനി ഉണ്ടാവണോ അറിയില്ല. ഉണ്ടെങ്കിൽ അതിൽ കയറണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കയറി അടിക്കണം. ഇനി അധികം ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഞാനുമ്മേൽ കളിയാവും ഇനി മുന്നോട്ട് പെട്രോൾ അടിക്കാതെ പോയി കഴിഞ്ഞാൽ. നോക്കട്ടെ. നമ്മുടെ രാവണ പ്രഭു സിനിമയിൽ ലാലേട്ടൻ പ്രയാട കൊടുന്ന് ഇങ്ങനെ കുറേ വീശി അടിക്കുന്നൊരു സീനുണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്തുള്ളത് ഈ ഹൈവേയിലാണ്. അങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടി ഉണ്ട് നമുക്ക് പറയാനാണെങ്കിൽ. അങ്ങനെ നമ്മൾ
പെട്രോൾ റീഫിൽ ചെയ്തേക്കാണ്. ഇനി വേഗം വിട്ടടിച്ച് പോവാം. കുറച്ച് സ്പീഡ് കയറ്റി പിടിക്കേണ്ടി വരും. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് ഒന്നും കൂടിയും വലുതാവും കേട്ടോ. 6 വരെ പാതയായിരിക്കും. അതുകൊണ്ട് പിന്നെ കുറച്ച് സ്പീഡ് എടുത്താലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2 ലൈനിലേക്ക് കയറുക. അന്നേരം പിന്നെ നമുക്ക് സ്പീഡൊന്നും ചവിട്ടേണ്ടി വരും. ഇവിടെ എന്ത് പറ്റി, അയാൾ കാറുകാരൻ ബൈക്കിൻ്റെ ട്രാക്കിലേക്ക് കയറി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ റോഡിലത്തെ ലാസ്റ്റ് ടോൾ കടന്നു. ഇനി നല്ല വീതിയുള്ള റോഡാണ്. ഇത്ര നേരം കുറച്ച് അഡ്വഞ്ചറസ് റൈഡ് തന്നെയായിരുന്നു. കാരണം ഫുള്ള് വണ്ടികൾ റോങ് സൈഡ് കയറി വന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടുകാർ തന്നെ ഒരു വണ്ടി കംപ്ലീറ്റ് റോങ് സൈഡ് കയറി വന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ലൈനിൻ്റെ വരെ കയറി വന്നു അവർ. അങ്ങോട്ട് 2 സൈഡിലത്തെ മിറർ മടക്കി വെച്ചിട്ട് അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നല്ല വീതിയുള്ള റോഡാണ്. പക്ഷേ പണ്ടൊരിക്കൽ ഇവിടെ ഒരു മുന്നേ ഞാൻ വന്നപ്പോഴൊക്കെ കഴിഞ്ഞ വർഷം ഈ വഴിക്ക് യാത്ര ചെയ്തപ്പോൾ ഇവിടെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് റോഡ് പണി എന്താ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ഇവിടുന്ന് ഡൈവേഷനാണ്. അത് റോഡ് പണി റെഡിയായി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വേഗം തന്നെ പോകാൻ പറ്റും. അത്യാവശ്യം സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഹൈവേ ആണിത്. കാരണം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് കിടക്കില്ല. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. സൈഡും കവർ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ അങ്ങനെ ഒന്നും വരില്ല. ഉണ്ടാവും 100 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. അത്യാവശ്യം ക്രോസ് വിൻസ് ഉണ്ട് കേട്ടോ. കാരണം മഴക്കാരുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസ് കാണാണ്ട്. അതുകൊണ്ടാണെന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വിൻസ് ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ബിൽഡിങ്ങുകളുള്ള സൈഡിൽ കുഴപ്പമില്ല. ബിൽഡിങ്ങുകളില്ലാത്ത സൈഡിലെത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കും തോറും മഴക്കാരെ കാണുന്ന പോലെ ഉണ്ട്. എന്തായാലും മഴ പെയ്യുന്ന വരെ വേഗം വിട്ടടിച്ച് പോകുക, അതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ഓപ്ഷനിൽ പോകേണ്ടി വരുന്നു. പുതിയ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തു. അതിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടി നല്ലൊരു പെർഫോമൻസ് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. മുന്നേ ഇത്രയ്ക്ക് കിട്ടിയിരുന്നില്ല. മുന്നൊന്നും കൂടിയും കൈ കൊടുത്താലാണ് കുറച്ചും കൂടി നന്നായിട്ട് പോകുന്ന പോലേക്ക് തോന്നിയായിരുന്നു. അത് തോന്നലാണോന്ന് അറിയില്ല. ഇത് ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ഈ വണ്ടിക്ക് സൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം. കാരണം ഞാൻ സെമി സിന്തറ്റിക് ആദ്യം 2 വട്ടം ഉപയോഗിച്ച് നോക്കി. അങ്ങനെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഫുള്ളി സിന്തറ്റിക്കിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തത്. പക്ഷെ മുന്നേ എനിക്ക് വണ്ടിക്ക് മൈലേജ് ഭയങ്കര ഷോർട്ട് കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ രാവിലെ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. വണ്ടി ഞാൻ ഹോണ്ട സർവീസ് സെൻറ്ററിൽ, ഏത് സർവീസ് സെൻ്റർ ആണെന്ന് പറയുന്നില്ല, അവിടെ വണ്ടി കാർബറേറ്റർ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അതിനുശേഷം വണ്ടിക്ക് ചെറിയ മിസ്സിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് പോയി വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു യാത്ര കഴിഞ്ഞ ആഴ്ചയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് പോയി വന്നപ്പോഴേക്കും വണ്ടിക്ക് അത്യാവശ്യം മിസ്സിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ 2 ഹോസുകൾ കണക്ട് ചെയ്തിട്ടില്ല. എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പുറത്തുനിന്ന് കാണുന്ന 2 ഹോസുകൾ അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല വണ്ടിമേ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കൊടുത്തു. അപ്പോൾ അവരത് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല, എല്ലാം സെറ്റാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇന്നലെ വരുന്നതിനേക്കാൾ മുന്നേ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടത് വേറെ ഒരു ഹോസ് ഇപ്പുറത്തെ സൈഡിൽ അവർ ഫിറ്റ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് രാവിലെ കൊടുക്കാൻ നിന്നു. ആ ഫിറ്റിങ് അവർ വീണ്ടും ശരിയാക്കാൻ വേണ്ടി ഇന്ന് സമയം എടുത്ത കാരണമാണ് ഇന്ന് മൊത്തത്തിൽ ലേറ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പോകേണ്ടത് ഞാനായിരുന്നു. ആ ഒരു കംപ്ലൈൻറ്റ് കാരണമാണ് പോകാൻ പറ്റാതായത്. മുന്നിൽ കാണുന്നത് മഴ പെയ്യുന്നതാണോ അതോ മഴ പെയ്ത് കഴിഞ്ഞതാണോ? ഓക്കെ, വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ക്യാമറ ഉള്ളിലേക്ക് വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ക്യാമറ മാത്രമല്ല, അത് കഴിഞ്ഞ് പാൻറ്റും എടുത്ത് മാറ്റിയിടണം, അല്ലെങ്കിൽ ആകെ ചെളി പിളി മഴയാവും. ചേടാ, ഇവിടെ ഒതുക്കാനുള്ളൊരു സ്ഥലം കാണുന്നില്ലല്ലോ. പെട്ടു ഗൈസ്. ഞാൻ നേരത്തെ അത് ഇട്ടപ്പോൾ മൊത്തം വേർത്ത കാരണമാണ് ഞാൻ ഊരി വെച്ചത്. ഇതിപ്പോൾ മെനക്കെടായി. വണ്ടി വീണ്ടും എടുത്തു. അതായത് റെയിൻബോ കാണാണ്ട് ആകാശത്ത്, നേരെ ഇങ്ങനെ റെയിൻബോ കാണാണ്ട്. ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. സംഭവം മൊത്തം റോഡ് നനഞ്ഞ് ചീഞ്ഞ് കിടക്കുകയാണ്. അധികം സ്പീഡ് എടുക്കാൻ പറ്റില്ല. ഒരു മീഡിയം ലെവലിൽ തന്നെ അപ്പം ഒന്ന് പോകാൻ പറ്റുള്ളൂ.
ഞാൻ ആക്ച്വലി മറ്റേ റെയിൻ ജാക്കറ്റിൻ്റെ ഒപ്പം വരുന്ന ഒരു പാൻറ് ഉണ്ടല്ലോ അതെടുത്തിട്ടു. അല്ലെങ്കിൽ കാലുമ മൊത്തം ഡ്രസ്സ് മൊത്തം നനഞ്ഞ് ചെയ്യുകയാണ്. അതിനും ഭേദം ആ പാൻറ് എടുത്തിട്ട് കഴിഞ്ഞാൽ അതാണ് വൃത്തിയായിട്ട് കിടന്നോളല്ലേ എന്ന് വെച്ചിട്ട് ആ പാൻറ് എടുത്തിട്ടു. അധികം നനയും വേണ്ട, അല്ലെങ്കിൽ മൊബൈലും പേഴ്സൊക്കെ നനയും ചെയ്യും. പിന്നെ ക്യാമറ എടുത്ത് വയ്ക്കാനുള്ളൊരു മഴ കാണാനില്ല. പിന്നെ ഈ റോട്ടിൽ നിന്ന് അടിച്ച് കയറുന്ന വെള്ളമാണ്, അത് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഈ മാസ്ക് മുഖത്തിട്ടുള്ള കാരണം സംസാരിക്കാൻ അത്രയും കൂടെ സുഖമില്ല. അതുകൊണ്ടാണ് ചില സമയത്ത് സംസാരിക്കുമ്പോൾ ഒരുമാതിരി എൻ്റെ വായിൽ ആക്ച്വലി ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മറ്റേ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു മാസ്ക് ഉണ്ട്, ഒരു തുണിയുടെ, അത് വായരുള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ശരിക്കും വർത്തമാനം പറയാൻ പറ്റുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമായി മാറും. എന്നിട്ട് വീണ്ടും അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ വീണ്ടും മഴവില്ല. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് മണിയും മൊത്തം ചെളിയായി. ക്യാമറയുടെ ലെൻസിൽ ചെളിയായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ നിർത്തിയപ്പോൾ തുടച്ചു വന്നു, കുറേ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒന്നും കൂടി വേണമെങ്കിൽ തുടയ്ക്കാം. ഇപ്പോൾ റോഡ് ഇപ്പം നോക്കിയാൽ ഞാൻ പാൻറ്റൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ റോഡ് മൊത്തം ഡ്രൈ ആയി. അതങ്ങനെ വരുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഊരുന്നില്ല, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ലൈറ്റ് പോകും. ലൈറ്റ് പോണേക്കാൾ മുന്നേ കുറച്ചെങ്കിലും ദൂരം എത്താമെന്ന് വിചാരിക്കുക. സേലം അറ്റ്ലീസ്റ്റ് എത്താൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയായി. ഇപ്പോൾ സമയം ഏകദേശം 4:50. ഒരു 7 മണിക്ക് സേലം പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ 8, 9, 10, 11 മണിയാവും ഹൊസൂർ അല്ല ബാംഗ്ലൂർ എത്തുമ്പോൾ. അതിനേക്കാൾ മുന്നേ സേലം അല്ല, അതിനേക്കാൾ മുന്നേ ബാംഗ്ലൂർ എത്തണം ആക്ച്വലി. എനിക്കാണെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ കാണാണ്ട്. അവർ ലേറ്റായി കഴിഞ്ഞാൽ നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ല, അപ്പോൾ അത് മെനക്കെടാവും. അതിനേക്കാൾ മുന്നേ എത്താൻ പറ്റുമെന്ന് നോക്കണം. അത് വിചാരിച്ചിട്ട് വല്ലാണ്ട് സ്പീഡിൽ പോകണമെന്നില്ല. ഈ ഹൈവേയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിൽ തന്നെ പോകുന്നുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ പോകാനായിട്ട് നമ്മുടെ വണ്ടിക്കിട്ട് പറ്റില്ല. താനും നമ്മുടെ വണ്ടി മാക്സിമം 100 നല്ല രീതിയിൽ പോകാൻ പറ്റുക. ഒരു 80 പിടിച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിർത്താൻ പാടില്ല. വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടോട്ടൽ ടൈം ചേഞ്ച് ആവും. പക്ഷെ നിർത്താതെ പോകാനും പറ്റില്ല. നമ്മുടെ വണ്ടി അല്ലാണ്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ എൻജിന് പണി കിട്ടില്ലേ. ഇത് മറ്റേ ഓയിൽ കൂൾഡ് എൻജിനൊന്നും അല്ല, ലിക്വിഡ് കൂൾഡ് എൻജിനൊന്നും അല്ല, സാധാ നോർമൽ എയർ കൂൾഡ് എൻജിനാണ്. പുതിയ ഹോർനെറ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അത് അത്യാവശ്യത്തിന് കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിന് മറ്റേ ഓയിൽ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. When the sun goes down like a lightning bolt, we will make a sound out in the dark. സ്പീഡ് കുറയ്ക്കാൻ പറയുന്നുണ്ട്. 60, 40. നമ്മൾ അതനുസരിച്ച് കുറയ്ക്കാനായിട്ട് ഇവിടെ. പക്ഷെ വേറെ ഒന്നും കാണാനില്ലല്ലോ. വേറെ ബൈപ്പാസ് കയറി വരുന്നൊന്നും കാണാനില്ല. മുന്നത്തെ ബോർഡായിരിക്കും ചിലപ്പോൾ. എന്തായാലും കുറച്ച് കുറവ് പിടിക്കാം. എന്തെങ്കിലും ഇല്ലാണ്ട് ഇപ്പോൾ അവർ വയ്ക്കില്ല. എനിക്കാണ് മുന്നേ ആ സൈഡിലത്തെ റോഡ് ഇതിലേക്ക് കയറിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അതില്ല. അതാണ് സംഭവം. ഈ സൈഡ് പിടിക്കാം. നമ്മൾ മെല്ലെ പോകുന്നത്. അപ്പോൾ ബാക്കിൽ വരുന്ന വണ്ടികൾ പ്രശ്നമാക്കണ്ട. ഞാൻ കുറച്ച് നേരം ക്യാമറ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. കാരണം ഇതെന്തായാലും ബാംഗ്ലൂർ വരെയുള്ള യാത്രയാണ്. എന്തായാലും ക്യാമറ ഫുൾ ബാറ്ററി നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യായിരിക്കും നല്ലത്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ക്യാമറ എടുത്ത് വെച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്യാനിടണം. അപ്പോൾ ഓൾമോസ്റ്റ് ബാറ്ററി കഴിയാറായിട്ടുണ്ടാവും. പക്ഷേ 10 മിനിറ്റ് കൊണ്ടുള്ള ബാറ്ററി ഫുള്ളാവുണ്ടാവും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് ഇതിന്. നമ്മുടെ പവർ ബാങ്ക് അതിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ഡയറക്റ്റ് കൊടുത്താൽ മതി. 10 മിനിറ്റ് മാക്സിമം, 15 മിനിറ്റ് മാക്സിമം. അതിൻ്റെ ഉള്ളിൽ 0 to 100 കയറും.
0 to 100 അല്ല, 20 to 100 കയറും. 0 to 100 കയറണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇന്നിനിപ്പോൾ ഇവിടെ വലിയ വിഷ്വൽസ് അങ്ങനെ കാണാനായിട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇരുട്ടായി തുടങ്ങിയില്ലേ, ഇനി ഇരുട്ടാകുമ്പോഴേക്കും കൂടുതൽ ഇരുട്ടാവുന്നതിനൊക്കെ മുന്നേ സേലം പിടിക്കാം. എങ്കിൽ പിന്നെ അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ എടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും ഈ 2 വരി പാത തന്നെയാണ് കൂടുതലും. 2 അല്ല 4 വരി, ഇവിടെ 2 അപ്പുറത്ത് 2. ഇതിൽ പിന്നെ അങ്ങനെ കാണാൻ ഭംഗിയുള്ള കാര്യങ്ങളില്ല. പിന്നെ ഇനി സേലം കഴിഞ്ഞാലാണ് കുറച്ച് വീതിയുള്ള റോഡ് വരിക. ആ നിൽക്കുന്നത് പോലീസുകാരാണാവോ? അല്ല, എന്തോ ഡെലിവറി വണ്ടിയാണ് അല്ലേ അത്. കേബിളൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. ഡെലിവറി വണ്ടി ആയിരിക്കില്ല, ചിലപ്പോൾ മറ്റേ റോഡിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ടീമായിരിക്കും അത്. അതോ വേറെ എന്തെങ്കിലും. മഴക്കാർ വീണ്ടും കാണാനുണ്ട്. ഞാനിന്ന് വീണ്ടും മഴ കൊള്ളും. ആ സൈഡിലേക്ക് മഴക്കാർ തന്നെയാണ്. അടുത്ത ടോൾ പ്ലാസയായി. ഇനി ഇവിടെ നിന്നൊരു എത്ര കിലോമീറ്റർ ഉണ്ടാണോ സേലം? സേലം ഇനി ഒരു 60-70 കിലോമീറ്റർ കഴിഞ്ഞാൽ സേലം ആവേണ്ടതാണ്. കോയമ്പത്തൂരിൽ നിന്ന് പെട്രോൾ അടിച്ചപ്പോൾ ട്രിപ്പ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ട്രിപ്പ് പുതിയത് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് മൈലേജും ചെക്ക് ചെയ്യണമെന്നുണ്ട് എനിക്ക് ഇന്നത്തെ യാത്രയിൽ. പക്ഷെ ഇന്നത്തെ യാത്ര പോകുന്ന പോക്ക് കണ്ടിട്ട് മൈലേജ് ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിനിമം 100ലാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ മൈലേജ് കുറവായിരിക്കും. സമയവും ഇല്ല നമുക്ക്. അപ്പം മിനിമം 100 തന്നെ പിടിക്കേണ്ടി വരും. മഴ പെയ്യുമ്പോൾ സ്പീഡ് കുറയ്ക്കണ്ടല്ലോ എന്തായാലും. അപ്പോൾ അന്നേരം അത് ബാലൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ. പിന്നെ എന്തായാലും ക്യാമറ എടുത്തേക്കട്ടെ. അപ്പോൾ ക്യാമറ ബാറ്ററി തീരാറായിട്ടുണ്ടാവും. ഇവിടെ നിർത്താം എന്തായാലും. ഇവിടെ മണ്ണൊക്കെ ഒലിച്ച് പോയിട്ട് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുണ്ട് സ്ഥലം. കുഴപ്പമില്ല. ആഹാ, ഒരു കട്ട ഇറങ്ങിയല്ലോ ഇവിടെ എത്തിയപ്പോഴേക്കും. 60 കിലോമീറ്റർ 64 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും. മാതിരി പൊളിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ എന്തായാലും അത്ര തന്നെ കിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മെല്ലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, ഇനി അപ്പോൾ സേലം വെച്ചിട്ട് കാണാം.